നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് PC ബിൽഡിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു ലാപ്ടോപ്പ് ബൈയും കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്തേക്കാം. ആ വീഡിയോക്കകത്ത് ഒരു ലാപ്ടോപ്പ് വന്ന സമയത്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതോടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു ഗെയിമിംഗ് PC അതല്ലാണ്ട് വർക്ക് സ്റ്റേഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് കമ്പോണൻസ് എങ്ങനെ ചൂസ് ചെയ്യാം, അതുപോലെ തന്നെ അസംബിൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുമ്പോൾ സാധ്യതയുണ്ട്. എന്നാലും മാക്സിമം കാര്യങ്ങൾ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞുതരാൻ ശ്രമിക്കും. ആദ്യം തന്നെ പറയട്ടെ, ചിലരൊക്കെ പറയാറുണ്ട് കമ്പ്യൂട്ടറിനെ പറ്റി വലിയൊരു ഐഡിയ ഇല്ല, ഇപ്പോൾ കമ്പോണൻസ് എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല, കമ്പോണൻസ് ഇപ്പോൾ സപ്പോസ് കിട്ടിയാലും അതെങ്ങനെ അസംബിൾ ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രീ ബിൽഡ് ആയിട്ടുള്ള PCകൾ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കമ്പോണൻസ് നോക്കി നിങ്ങൾക്ക് ആ ഒരു കമ്പോണൻസ് വരുന്ന പ്രീ ബിൽഡ് ആയിട്ടുള്ള PCകൾ ചൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രീ ബിൽഡ് ആയിട്ടുള്ള, അതായത് ഞാൻ ഈ പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കമ്പോണൻസ് സെലക്ട് ചെയ്തിട്ട് പ്രീ ബിൽഡ് ആയിട്ടുള്ള PCകൾ വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. മാത്രമല്ല ഈ ഒരു പ്രീ ബിൽഡ് ആയിട്ടുള്ള PCകൾ ചൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡിസ്കൗണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് നമ്മളിപ്പം കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഡിസ്കൗണ്ട് ഈ പ്രീ ബിൽഡ് ആയിട്ടുള്ള PCകളൊക്കെ വാങ്ങുന്ന സമയത്ത് ലഭിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് പ്രീ ബിൽഡ് PC വേണ്ടെന്നുണ്ടെങ്കിൽ കമ്പോണൻസ് വാങ്ങി നിങ്ങൾക്ക് സ്വയമേ അസംബിൾ ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് അസംബിൾ ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ടെക്നീഷ്യന്റെ സഹായത്തോടുകൂടി വേണമെന്നുണ്ടെങ്കിൽ അസംബിൾ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. ആദ്യം നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങൾ എന്ത് പർപ്പസിനാണ് PC ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗെയിമിംഗ്, ടെൻഡറിങ്, അങ്ങനെ ഓരോ പർപ്പസ് ഓരോരുത്തർക്കും ഉണ്ടാവുമല്ലോ. അതുപോലെ നിങ്ങൾ എന്ത് പർപ്പസിനാണ് PC ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആദ്യമേ തീരുമാനിക്കുക. അപ്പോൾ നിങ്ങളൊരു ഗെയിമിംഗ് PC ആണ് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കമ്പോണൻസ് എങ്ങനെ ചൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചൂസ് ചെയ്യേണ്ട പ്രോസറാണ്. അതിനായിട്ട് ആദ്യമായി ഗൂഗിളിൽ പോയിട്ട് CPU സിംഗിൾ കോർ ബെഞ്ച്മാർക്ക് ലിസ്റ്റ് എന്ന് സെർച്ച് ചെയ്യുക. CPU benchmark.net എന്നുള്ള ലിങ്ക് നിങ്ങൾ അവിടെ നിന്ന് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് അവിടെ സിംഗിൾ കോർ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ പ്രോസസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് സിംഗിൾ കോർ പെർഫോമൻസ് നോക്കുന്ന ഓർത്ത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. കാരണം നിലവിൽ 90% ഗെയിമുകളും സിംഗിൾ കോർ പെർഫോമൻസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് മൾട്ടി കോർ പെർഫോമൻസിന് അത്ര വലിയ ബെനിഫിറ്റ്സ് കിട്ടുന്നില്ല, അതായത് ഗെയിമിംഗിലേക്ക് വരുന്ന സമയത്ത്. അപ്പം സിംഗിൾ കോർ പെർഫോമൻസ് എത്രയും കൂടുന്നു അത്രയും നല്ലൊരു പെർഫോമൻസ് ഗെയിമിംഗ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിലവിൽ എന്തായാലും 90% ഗെയിമുകൾക്ക് സിംഗിൾ കോർ പെർഫോമൻസ് ആണ് വേണ്ടത്. ഇനി ഭാവിയിൽ മൾട്ടി കോർ പെർഫോമൻസ് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഗെയിമുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞൊക്കെ മാറും. എന്നാൽ നിലവിലത്തെ സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ കോർ പെർഫോമൻസ് നോക്കിയൊരു പ്രോസർ ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ താഴേക്ക് വരുന്നത് സിംഗിൾ കോർ പെർഫോമൻസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ കഴിയും. അതായത് മുകളിലുള്ള പ്രോസസ് ആയിരിക്കും താഴെയുള്ളതിനേക്കാളും ബെറ്റർ. അപ്പോൾ താഴേക്ക് വരുന്ന അനുസരിച്ച് പ്രൈസ് കുറയുന്നുണ്ട്, മുകളിലേക്ക് പോകുന്ന അനുസരിച്ച് പ്രൈസ് കൂടുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി ഞാൻ ഇതിൽ നിന്ന് ഒരു പ്രോസർ ചൂസ് ചെയ്യാൻ പോകണം. നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് വേണമെന്നുള്ള ഒരു പ്രോസർ ചൂസ് ചെയ്യാം. എന്റെ ബഡ്ജറ്റ് കുറവായതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് Intel i3 12100F എന്നുള്ള പ്രോസറാണ് ചൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസറിന് കോഴ്സ് കുറവാണ്, എന്നാൽ ഹൈ സിംഗിൾ കോർ പെർഫോമൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഗെയിമിംഗിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോസറാണിത്. ഇനി ഭാവിയിൽ കൂടുതൽ ഗെയിമുകൾ സിംഗിൾ കോർ പെർഫോമൻസ് പകരം മൾട്ടി കോർ പെർഫോമൻസ് യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിനൊക്കെ ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവുകയാണെന്ന് ഉറപ്പായിട്ട് അപ്ഡേറ്റഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടുത്തെ പ്രോസർ ചൂസ് ചെയ്തു. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള ഒരു പ്രോസർ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഗ്രാഫിക്സ് കാർഡ് ചൂസ് ചെയ്യാം. ഗ്രാഫിക്സ് കാർഡിനെ പറ്റി പറയുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ബോട്ടിൽനെക്ക് എന്നുള്ളത്. ബോട്ടിൽനെക്ക് എന്താണെന്നുള്ളത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു മഗ്ഗിലും അതുപോലെ തന്നെ ഒരു കുപ്പിയിലും വെള്ളം എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു മഗ്ഗിലെയും കുപ്പിയിലെയും വെള്ളം കമത്തി കളയാണെന്നുണ്ടെങ്കിൽ ആദ്യം എംപ്റ്റി ആവുന്നത് മഗ്ഗിലെ വെള്ളമായിരിക്കും. കാരണം മഗ്ഗിന്റെ ആ ഒരു ഓപ്പണിംഗ് വലുതായതുകൊണ്ട് തന്നെ മഗ്ഗിൽ നിന്ന് വെള്ളം എളുപ്പം പുറത്തേക്ക് പോകും, അതായത് കുറച്ചുകൂടി സ്പീഡിൽ പുറത്തേക്ക് പോകും. പക്ഷെ നമ്മൾ ബോട്ടിൽ നിന്ന് വെള്ളം പുറത്തേക്ക് കളയുന്ന സമയത്ത് കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും ആ ഒരു വെള്ളം പുറത്തേക്ക് പോകും. അതായത് ബോട്ടിലിന്റെ ആ ഒരു ഓപ്പണിംഗ് ചെറുതായതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തിട്ട് വെള്ളം പുറത്തേക്ക് പോകുക. അപ്പോൾ ഇതൊരു PCയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് ഒരു സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് പെർഫോമൻസ് പുറത്തേക്ക് എടുക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്ന ഫാക്ടേഴ്സിനെ ആയിരിക്കും ബോട്ടിൽനെക്ക് എന്ന് പറയുന്നത്. ആ ഒരു ഫാക്ടറി ചിലപ്പോൾ CPU ആയിരിക്കും, GPU ആയിരിക്കും, ചില സമയങ്ങളിൽ അത് RAM ആയിരിക്കാനും സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചൂസ് ചെയ്ത പ്രോസർ ഇന്റലിന്റെ i3 12100F എന്നുള്ള പ്രോസറാണ്. ഈ ഒരു പ്രോസറിലൂടെ കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു GPU ആണ് യൂസ് ചെയ്യുന്നുള്ളത്. അതായത് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു GPU അല്ല, കുറച്ചധികം പവർഫുൾ ആയിട്ടുള്ള GPU ആണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു GPUവിന്റെ കംപ്ലീറ്റ് പെർഫോമൻസ് പുറത്തെടുക്കാൻ കഴിയത്തില്ല. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു പ്രോസറിന്റെ കൂടെ RTX 4090 യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് നമ്മൾ സെലക്ട് ചെയ്ത പ്രോസറിനെക്കാളും വളരെ പവർഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോസറിന് ഈ ഒരു ഗ്രാഫിക്സ് കാർഡിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കത്തില്ല. മാത്രമല്ല ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് ഈ ഒരു പ്രോസറിനോട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ RTX 4090 ആക്ച്വലി ലഭിക്കുന്ന പെർഫോമൻസിനെക്കാളും വളരെ ലോവർ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള കമ്പോണൻസ് ചൂസ് ചെയ്യണം. അതെങ്ങനെ ചൂസ് ചെയ്യാമെന്ന് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ബോട്ടിലൊക്കെ എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മെയിനായിട്ട് രണ്ട് കമ്പനിയാണ് ഗ്രാഫിക്സ് കാർഡ് ബിൽഡ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. AMD Nvidia ആണ് മെയിനായിട്ട് ഗ്രാഫിക്സ് കാർഡ് ബിൽഡ് ചെയ്യുന്നത്. ഇതിനകത്ത് Nvidiയുടെ ഗ്രാഫിക്സ് കാർഡ് വരുന്നത് GTX, RTX, Quattro സീരീസിലുള്ള ഗ്രാഫിക്സ് കാർഡുകളായിരിക്കും Nvidiയുടെ വരുന്നത്. AMDയുടെ ആണെന്നുണ്ടെങ്കിൽ RX സീരീസിലുള്ള ഗ്രാഫിക്സ് കാർഡുകളായിരിക്കും AMDക്കും വരുന്നത്. ഗ്രാഫിക്സ് കാർഡിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് AMD ആണോ Nvidia ആണോ ബെറ്റർ എന്നുള്ളത്. അത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്.
കാരണം രണ്ട് കാർഡുകൾക്കും അതിൻ്റെതായ ബെനിഫിറ്റുകളുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ Nvidia RTX സീരീസിലുള്ള ഗ്രാഫിക്സ് കാർഡുകളിൽ റേ ട്രേസിംഗ് DLS പോലുള്ള ടെക്നോളജികൾ വരുന്നുണ്ട്. ഇനി റേ ട്രേസിംഗ് എന്താന്ന് പറഞ്ഞാൽ അതൊരു ടെക്നോളജിയാണ്. അതായത് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഷാഡോസ് റിഫ്ലക്ഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ റേ ട്രേസിംഗ് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് റേ ട്രേസിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഗെയിം കളിക്കുന്ന സമയത്ത് ലഭിക്കുക. നിങ്ങൾക്ക് റേ ട്രേസിംഗ് പോലുള്ള ടെക്നോളജികൾ വേണമെന്നുണ്ടെങ്കിൽ Nvidia കാർഡുകൾ ചൂസ് ചെയ്യാം. Nvidia കാർഡുകളിലെ റേ ട്രേസിംഗ് അത്ര നല്ലതല്ല. അപ്പോൾ നിങ്ങൾക്ക് റേ ട്രേസിംഗ് ഒരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ Nvidia കാർഡുകൾ ചൂസ് ചെയ്യാം. അതായത് ഏകദേശം സിമിലർ പെർഫോമൻസ് ലഭിക്കുന്ന Nvidia കാർഡുകൾ Nvidia കാർഡിന് വില കുറവിൽ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും. കുറഞ്ഞ ചെലവിൽ ഹൈ പെർഫോമൻസ് ഉള്ള ഒരു GPU വേണമെന്നുണ്ടെങ്കിൽ Nvidia RX സീരീസിലുള്ള കാർഡുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഗ്രാഫിക്സ് കാർഡ് സെലക്ട് ചെയ്യാം. അതിനായിട്ട് ഗൂഗിളിൽ പോയിട്ട് ഗ്രാഫിക്സ് കാർഡ് ബെഞ്ച് മാർക്ക് ലിസ്റ്റ് എന്നോ GPU ബെഞ്ച് മാർക്ക് ലിസ്റ്റ് എന്നോ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ അവിടെ കാണുന്ന ലിങ്കുകളുടെ കൂട്ടത്തിൽ നിന്ന് വീഡിയോ കാർഡ് ബെഞ്ച് മാർക്ക് .net എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുമ്പ് പ്രോസറിന്റെ കേസ് കണ്ട പോലെ തന്നെ ഇവിടെ GPUവിന്റെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ GPU ലിസ്റ്റ് ചെയ്തിരിക്കാൻ കാണാൻ കഴിയും. ഞാനിവിടെ നോക്കിയ സമയത്ത് RTX 3060 കാർഡിലും വിലക്കുറവിൽ RX 6600 XT ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടുന്ന് ഏത് GPU വേണമെന്നുണ്ടെങ്കിലും ചൂസ് ചെയ്യാം. ഞാനിവിടെ ചൂസ് ചെയ്ത് AMDയുടെ GPU ആണ്. അതായത് RX 6600 XT എന്നുള്ള GPU ആണ് ഞാനിവിടെ ചൂസ് ചെയ്തത്. എനിക്ക് ഈ ഒരു ഗ്രാഫിക്സ് കാർഡിന്റെ പെർഫോമൻസ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് ഇവിടെ സെലക്ട് ചെയ്തത്. അപ്പോൾ ഞാനിവിടെ GPU സെലക്ട് ചെയ്തു. അതായത് പ്രോസറുമായി GPU ആയി. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോട്ടിൽനെക്കിനെ പറ്റി. അപ്പോൾ ഈ ഒരു GPU നമ്മൾ മുമ്പ് സെലക്ട് ചെയ്ത പ്രോസറിന്റെ കൂടെ യൂസ് ചെയ്യുന്ന സമയത്ത് കോമ്പാക്റ്റബിൾ ആണോ അതെല്ലാം ബോട്ടിൽനെക്ക് ഇഷ്യൂ ഉണ്ടാവും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്ന ഒരു എളുപ്പവഴിയുണ്ട്. കുറച്ച് ഓഡായിട്ടുള്ളൊരു മെത്തേഡാണ്, പക്ഷേ യൂസ്ഫുൾ ആണ്. നേരെ ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്യും. ഞാനിവിടെ സെർച്ച് ചെയ്യാൻ പോകുന്നത് 1200F RX 6600 XT ബെഞ്ച്മാർക്ക് ഫോറം എന്നാണ്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഫോറമുകൾ കാണാൻ കഴിയും. അവിടെ എവിടെയെങ്കിലും ബോട്ടിൽനെക്ക് ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. ഞാൻ നോക്കിയ സമയത്ത് എങ്ങും ബോട്ടിൽനെക്ക് ഇഷ്യൂ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനത് ഇല്ല എന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് തന്നെ ചൂസ് ചെയ്തു. അതായത് RX 6600 XT എന്നുള്ള ഗ്രാഫിക്സ് കാർഡ് ഞാൻ കൺഫേം ചെയ്തു. പിന്നെ അതിനോട് തന്നെ നിങ്ങൾ റാം ചൂസ് ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു 16 GB റാം എങ്കിലും ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ പ്രീ ബിൽഡ് ആയിട്ടൊരു PC നോക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് ഇവിടെ വെച്ച് ഈ ഒരു വീഡിയോ കാണുന്നത് നിർത്താം. കാരണം ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ കമ്പോണൻസ് അതായത് പ്രോസറും GPU സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോസറും GPU സെലക്ട് ചെയ്തതിന് ശേഷം പ്രീ ബിൽഡ് ആയിട്ട് വരുന്ന PCകൾ ചൂസ് ചെയ്യും. അതായത് ആ ഒരു പ്രോസറും GPU വരുന്ന പ്രീ ബിൽഡ് ആയിട്ടുള്ള PCകൾ ചൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വെച്ച് തന്നെ ഈ ഒരു വീഡിയോ കാണാൻ നിർത്താം. അപ്പം കസ്റ്റമായിട്ട് PC ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഇനിയുള്ള പ്രധാന പ്രശ്നം ബാക്കിയുള്ള കമ്പോണൻസ് ചൂസ് ചെയ്യുന്നതിലാണ്. അതായത് ക്യാബിൻ്റെ എയർ ഫ്ലോ, SSDയുടെ ക്രോണിക് ഇഷ്യൂസ്, GPU ക്യാബിനുള്ളിൽ ഫിറ്റ് ആവും, ഇങ്ങനെ പല പല കാര്യങ്ങൾ വരും. അപ്പോൾ ഇതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് യൂസ് ചെയ്ത സെയിം മെത്തേഡ് തന്നെ ഇവിടെയും യൂസ് ചെയ്യാം. ഉദാഹരണത്തിന് ഗൂഗിളിൽ പോയിട്ട് നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യാം. അതായത് ഞാനിവിടെ സെർച്ച് ചെയ്യുന്നത് 1200F 6600 XT PC ബിൽഡ് ഫോറം എന്നാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഫോറം നോക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അവരുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ അവിടെ അറിയാൻ സാധിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് കമ്പോണന്റുകളൊക്കെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ കമ്പോണന്റുകളും വാങ്ങി എല്ലാം ഓക്കെയാണ്. നിങ്ങൾ ബിൽഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് അതായത് അസംബിൾ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ GPU നിങ്ങളുടെ ക്യാബിനുള്ളിൽ ഫിറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വേറെ ക്യാബിൻ വാങ്ങണം. അതല്ലാതെ നിങ്ങൾക്ക് GPU മാറ്റേണ്ടി വരും. അപ്പോൾ ഈ ഒരു തലവേദന ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലുള്ള ഫോറമുകൾ റെഫർ ചെയ്യാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി PC ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ല. നിങ്ങളിപ്പോൾ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഫോറമുകളൊക്കെ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള തലവേദനകളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ നോക്കുന്ന സമയത്ത് ഒരു യൂസർ ആളുടെ PC ബിൽഡിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അവിടെ കേസിൻ്റെ ഇഷ്യൂസ് പറഞ്ഞ കമൻ്റ് ഒന്നും ഞാൻ കണ്ടില്ല. നമുക്ക് ആ ഒരു കമ്പോണൻസ് ഒന്ന് നോക്കി നോക്കാം. ഇതിൽ പ്രോസർ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്, അത് കുഴപ്പമില്ല. ഇവിടെ ഈ പ്രോസറും GPU ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത കമ്പോണന്റുമായിട്ട് മാച്ച് ആവുന്നുണ്ട്. അതായത് CPU GPU ആയിട്ട് മാച്ച് ആവുന്നുണ്ട്. ഇനി ഞാനിവിടെ റാമും മദർ ബോർഡ് തുടങ്ങിയ കാര്യങ്ങൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു യൂസർ ഓൾറെഡി അവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കമ്പോണൻസ് എല്ലാം റെഡി ആയി. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കിയ സമയത്ത് ഈ ഒരു ക്യാബിൻ എനിക്ക് വാങ്ങാൻ കിട്ടിയില്ല. അതായത് ഞാൻ നോക്കിയ സമയത്ത് ആ ഒരു ക്യാബിൻ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അതുകൊണ്ട് ഞാൻ പുതുതായിട്ട് ഒരു ക്യാബിൻ ചൂസ് ചെയ്തിട്ട് ഫോറത്തിൽ കയറിയിട്ട് പുതിയൊരു പോസ്റ്റ് ഇട്ടു. അതിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാ കമ്പോണൻസും ലിസ്റ്റ് ചെയ്തു. കൂടെ ഞാനിപ്പോൾ സെലക്ട് ചെയ്ത കേസും ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇങ്ങനെ പോസ്റ്റ് ഹേ ഗായ്സ് ആർ ദ കേസ് ആൻഡ് അതർ കമ്പോണൻസ് ആർ കോമ്പാക്റ്റബിൾ ഈസ് ദെയർ എനി ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ റിപ്ലൈ കിട്ടി. ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് മനസ്സിലായി. ഞാൻ ആ കമ്പോണൻസ് എല്ലാം ഓൺലൈനായിട്ട് ഞാൻ ഓർഡർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ടോ അതല്ലാതെ ടെക്നീഷ്യൻ സഹായത്തോടുകൂടി അസംബിൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് PC ബിൽഡ് ചെയ്യാൻ പോകുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഒരുപാട് സംശയമാണ്. ഇതുപോലുള്ള ഫോറത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയം ക്ലിയർ ചെയ്തെടുക്കാൻ സാധിക്കും. അതല്ല നിങ്ങളിപ്പം അതൊന്നും നോക്കാതെ സംശയത്തിന്റെ പുറത്തൊരു PC ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കേണ്ടി വരും എന്തുകൊണ്ടാണ് എനിക്ക് കുറവ് FPS ലഭിക്കുന്നതെന്നും മറ്റും. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം നോക്കിയതിന് ശേഷം മാത്രം, അതായത് ഇതെല്ലാം നോക്കി നിങ്ങളുടെ കമ്പോണൻസ് എല്ലാം കോമ്പാക്റ്റബിൾ ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ PC ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ഗെയിമിംഗ് PC ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി റെൻഡറിംഗ് PC നോക്കാം.
ആദ്യം തന്നെ പറയട്ടെ, റെൻഡറിങ് PC ബിൽഡ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാരണം ഫോട്ടോ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, 3D റെൻഡറിങ്, 3D മോഡലിംഗ്, അങ്ങനെ പലതരത്തിലുള്ള ടാസ്കുകളുണ്ട്. അപ്പം ഇതിനെല്ലാം വേണ്ടിയുള്ള PC ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ഡീറ്റെയിൽസ് നിങ്ങളൊരു PC ബിൽഡ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് 3D മോഡലിംഗിനും കണ്ടന്റ് ക്രിയേഷനും സ്യൂട്ടബിൾ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ആദ്യം പ്രോസർ ചൂസ് ചെയ്യാം. പ്രോസർ ചൂസ് ചെയ്യുന്ന സമയത്ത് മൾട്ടികോർ പെർഫോമൻസ് കൂടുതലുള്ള ഒരു പ്രോസർ തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് 3D മോഡൽ, 3D റെൻഡറിംഗ് ഒക്കെ പ്രോസർ ചൂസ് ചെയ്യുന്ന സമയത്ത് മൾട്ടികോർ പെർഫോമൻസ് കൂടുതലുള്ള പ്രോസർ തന്നെ വേണം. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്നത് 3D മോഡലിംഗ് എൻവയോൺമെന്റ് ആണ്. ഇവിടെ പ്രോസറിൽ ഓരോ ത്രെഡും വർക്ക് ചെയ്താണ് ഇമേജ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റെൻഡറിംഗ് കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന സമയം മൾട്ടികോർ പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഇമേജ് പ്രോസസിംഗ് വേഗം തീരണമെന്നുണ്ടെങ്കിൽ മൾട്ടികോർ പെർഫോമൻസ് കൂടുതൽ വേണം. ആനിമേഷൻ, വിഷ്വൽ എഫക്ട് കമ്പനികൾ 100 കണക്കിന് കോഴ്സുള്ള റെൻഡർ ഫാമുകളാണ് യൂസ് ചെയ്യുന്നത്. അത് കാരണം അവർക്ക് നല്ല രീതിയിൽ ഈ ഒരു റെൻഡറിംഗ് ടൈം കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു മൂവി സീൻ റെൻഡർ ചെയ്യാൻ റെഗുലർ കമ്പ്യൂട്ടറിൽ 1 മന്ത് എടുക്കുന്നിടത്ത് റെൻഡറിംഗ് ഫാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞത് മൾട്ടികോർ പെർഫോമൻസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. 3D മോഡലിംഗിന് മാത്രമല്ല, വീഡിയോ എഡിറ്റിംഗിനും ഫോട്ടോ എഡിറ്റിംഗിനും ഒക്കെ മൾട്ടികോർ പെർഫോമൻസിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റുകളുണ്ട്. അതായത് അഡോബ് പ്രീമിയർ പ്രോ, ഡാവിഞ്ചി റിസോൾവ്, ആഫ്റ്റർ എഫക്ട്സ്, ഫോട്ടോഷോപ്പ് തുടങ്ങിയ ആപ്ലിക്കേഷൻ എല്ലാം മൾട്ടികോർ പെർഫോമൻസിന്റെ ആവശ്യമുണ്ട്. ഇനി നമുക്കൊരു പ്രോസർ ചൂസ് ചെയ്യണം. അതിനായിട്ട് ഗൂഗിളിൽ പോയിട്ട് സിനമെഞ്ച് മൾട്ടികോർ ബെഞ്ച്മാർക്ക് ലിസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. അവിടെ നിന്ന് cpumonkey.com എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യും. അവിടെ ഒരുപാട് പ്രോസസ്സർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള പ്രോസർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നിന്ന് 10 core 12600KF എന്ന പ്രോസറാണ് സെലക്ട് ചെയ്യുന്നത്. ഞാനിവിടെ പ്രോസർ ചൂസ് ചെയ്തു. ഇനി GPU സെലക്ട് ചെയ്യാം. GPU സെലക്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ GPU സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇവിടെ നിന്ന് Nvidia ഗ്രാഫിക്സ് കാർഡ് മാത്രമേ ചൂസ് ചെയ്യാവൂ. AMD ഗ്രാഫിക്സ് കാർഡ് ചൂസ് ചെയ്യും. കാരണം ക്യൂഡാക്കോറുള്ള Nvidia ഗ്രാഫിക്സ് കാർഡ് വീഡിയോ എഡിറ്റിംഗ്, 3D മോഡലിംഗ് പോലുള്ള ടാസ്കുകൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവയാണ്. ഈ കാര്യത്തിൽ AMD കാർഡ്സ് ഒരുപാട് പുറകിലാണ്. ഇനി ഭാവിയിൽ പുതിയ കാർഡുകളൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിലൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നിലവിൽ ഇപ്പോൾ ഒരു ഗ്രാഫിക്സ് കാർഡ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ Nvidia ക്യൂഡാക്കോറുള്ള GPU തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് GPU സെലക്ട് ചെയ്യാനായിട്ട് ഗൂഗിളിൽ പോയിട്ട് വീഡിയോ GPU ബെഞ്ച്മാർക്ക് ലിസ്റ്റ് സെർച്ച് ചെയ്യുക. പല പ്രോഗ്രാമിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 3D എൻവയോൺമെന്റും 3D മോഡൽസും റെൻഡർ ചെയ്യുന്നത് ഈ ഒരു എഞ്ചിൻ യൂസ് ചെയ്തിട്ടാണ്. മാത്രമല്ല നമ്മൾ സാധാരണ കാണുന്ന ആർക്കിടെക്ചറൽ, ഇൻഡസ്ട്രിയൽ ഇമേജ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു എഞ്ചിൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് വീഡിയോ ബെഞ്ച്മാർക്ക് ലിസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് benchmark.chamos.com എന്നുള്ള വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വീഡിയോ GPU CUDA സെലക്ട് ചെയ്യുക. അഡ്വാൻസ് ഓപ്ഷൻ എടുത്തിട്ട് ഡിവൈസ് കൗണ്ട് 1 ആയി കൊടുക്കുക. അതിനുശേഷം സെർച്ച് ചെയ്യുക. പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ GPUവിന്റെ ഒരു ലിസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ ചൂസ് ചെയ്യുന്നത് RTX 3060 Ti ആണ്. ഞാൻ ഇപ്പോൾ ഇവിടെ പ്രോസറും GPU ചൂസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള കമ്പോണൻസ് എല്ലാം ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതായത് ഗൂഗിളിൽ പോയിട്ട് 12600KF RTX 3060 Ti PC ബിൽഡ് ഫോറം സെർച്ച് ചെയ്തു. ആദ്യത്തെ ഫോറം വെബ്സൈറ്റിൽ നിന്ന് തന്നെ കമ്പോണൻസിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് എനിക്ക് കിട്ടി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും കമ്പോണൻസ് കോമ്പാക്റ്റബിൾ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ പോസ്റ്റ് ഇട്ട് നോക്കുക. അതെല്ലാം നമ്മുടെ ഫോറമുകൾ റെഫർ ചെയ്ത് നോക്കുക. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു മെത്തേഡാണ്. അതല്ലാണ്ട് നിങ്ങളിപ്പോൾ ഏതെങ്കിലും PC ബിൽഡിംഗ് ചാനലിന്റെ കമന്റ് ബോക്സിൽ പോയിട്ട് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിപ്ലൈ കിട്ടണമെന്നില്ല. പകരം നിങ്ങൾക്ക് ഇതേപോലുള്ള ഫോറമുകളിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വലിയൊരു ഡിസ്കഷൻ നടക്കും. അതായത് നിങ്ങളിപ്പോൾ കമ്പോണൻസ് എല്ലാം ചൂസ് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് പുതിയൊരു പോസ്റ്റ് ഇട്ട് ചോദിക്കാം. ഈ ഒരു കമ്പോണൻസ് എല്ലാം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് സെലക്ട് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും കോമ്പാക്റ്റബിലിറ്റി ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പുതിയൊരു പോസ്റ്റ് ആയിട്ട് ചോദിക്കാം. അത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ് ആയിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.